ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. ഇന്ന് വിഷു ആണ്. വിഷുവിന് ഞങ്ങൾ എണീറ്റ് കണിയൊന്നും കണ്ടില്ല കേട്ടോ. കുറച്ച് കണിക്കൊന്ന് കൊണ്ടുവന്നത് ഇവിടെ ഇരിപ്പുണ്ട്. അതിനി വീട്ടിൻ്റെ വാതിലിൽ ഞാൻ കൊണ്ടുവയ്ക്കും. ഇന്ന് ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുമ്പോൾ അത് കണ്ടിട്ട് കയറട്ടെ എന്ന് കരുതിയിട്ട്. രാവിലെ ഒരാൾ ഫുട്ബോൾ കോച്ചിങ്ങിന് പോകുന്നുണ്ട്. വിഷു ഒക്കെ അല്ലേ, ഇന്ന് പോണ്ടാന്നൊക്കെ ഇന്നലെ നൈറ്റ് പറഞ്ഞെങ്കിലും അങ്ങോട്ട് ഏറ്റില്ല. എന്തായാലും അവൻ വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലേ, അപ്പോൾ പിന്നെ അത് മുടക്കണ്ടെന്ന് കരുതി. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ളത് പ്രോട്ടീൻ പൗഡറൊന്നും അല്ല കേട്ടോ, അമൃതം പൊടിയാണ്. അതിങ്ങനെ നമുക്ക് നല്ല യൂസ് ഉണ്ട്. ഇപ്പോൾ നിലും ഇങ്ങനെ ഇരിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചില്ലെങ്കിൽ അമൃതം മതി എന്ന് പറയും. ചിലപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് വേണ്ട അമൃതം മതി എന്ന് പറയും. അപ്പോൾ 2-3 പാക്കറ്റ് ഇതിലങ്ങ് പൊട്ടിച്ചിട്ടാൽ കാര്യം നടക്കും. അതിന്ന് ഒരു വലിയ സ്പൂൺ എടുത്ത് കുറച്ച് പാല് ഞാൻ അവസാനമേ ആഡ് ചെയ്യത്തുള്ളൂ. വെള്ളത്തിൽ ഉപ്പും പഞ്ചസാരയും ഇട്ട് അമൃതം പൊടിയിട്ട് നന്നായിട്ട് കലക്കി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇത് കുറുക്കിയാണ് രാവിലെ ഞാൻ കുക്കുവിന് കൊടുത്തു വിടുന്നത്. ഇത് കുടിച്ചിട്ട് ചെന്ന് കഴിഞ്ഞാലല്ലേ, ഇനിയൊരു 2 hours അവൻ്റെ ഫുട്ബോൾ കോച്ചിങ് നടക്കുന്നത്. അപ്പോൾ അത്രയും സ്റ്റാമിന വേണമല്ലോ. രാവിലെ പാല് മാത്രം കൊടുത്താൽ ഒരു സുസു കഴിയുമ്പോഴത്തേക്ക് അവന് വീണ്ടും വിശക്കാൻ തുടങ്ങും. പിന്നെ കോച്ചിങ് കഴിയുമ്പോൾ കൊടുക്കാനായിട്ട് ഒരു മുട്ടയും. രാവിലെ മുട്ട പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ താമസിക്കും. അത് പുഴുങ്ങി പിന്നെ ഞാനത് തോലൊക്കെ കളഞ്ഞ് പാക്ക് ചെയ്യാനായിട്ട്. ഇതാകുമ്പോൾ പെട്ടെന്ന് നടക്കും. വിഷു ആയിട്ട് ഇന്ന് മമ്മിയും ഡാഡയും ചേച്ചിയും പിള്ളേരും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ എല്ലാവരും ലഞ്ചിനൊക്കെ എത്തത്തുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പൊതുവായ സ്വഭാവമാണ് വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ പതിയെ എണീക്കാന്നുള്ളത്. അതായത് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് എത്തണമെങ്കിൽ അതിനനുസരിച്ച് അവർ നേരത്തെ എണീക്കേണ്ടി വരും. ഞാനും ഇവിടെ നേരത്തെ പരിപാടി തുടങ്ങേണ്ടി വരും. ഞാനിപ്പോൾ ഈ എണീറ്റത് ഒരു 5:15 ഒരു 5:45 ആകുമ്പോഴത്തേക്ക് എൻ്റെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുക്കുവിൻ്റെ ഒരു ലഞ്ച് കിറ്റിലേക്ക്, സ്കൂളിലത്തെ ലഞ്ച് കിറ്റിൽ സ്നാക്സ് ബോക്സിൽ ഒരു ബനാനയും ഈ എഗ്ഗും പിന്നെ കുടിക്കാനായിട്ടുള്ള ഈ അമൃതം തണുപ്പിച്ച് അതും വെച്ച് ആലനുള്ള കോഫിയും കൊടുക്കും. എനിക്കുള്ള കോഫി ഇട്ടിട്ട് ഞാനവിടെ മാറ്റി വെച്ചിരിക്കും. ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഞാൻ വീണ്ടും പോയി കിടന്നുറങ്ങും. പിന്നെ ഒരു നേരമൊക്കെ ആവും എണീറ്റ് വരാനായിട്ട്, 9-9:30 മണിയൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് അവരില്ല, ലഞ്ചിന് എല്ലാവരും ഇവിടെ കാണും. ഇന്ന് ഞാനൊരു സദ്യ വെക്കാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്കൊരു സദ്യ വെക്കുന്നത് ഡാഡിയുടെയും മമ്മിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാനിവിടെ വരുന്ന ആ ഒരു വെക്കേഷനിൽ May 5th വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ മെയ് ആകുമ്പോഴത്തേക്ക് ഡാഡിയും മമ്മിയും സ്കൂളിൽ പോകും. ഡെയിലി അഡ്മിഷൻസും യൂണിഫോം മുറിച്ച് കൊടുക്കേണ്ട കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ചേച്ചീൻ്റെയും ചേട്ടൻ്റെയും ഹെൽപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ പാചകം മുഴുവൻ ഞാനായിരുന്നു. ഒരു ബുക്ക് കൊണ്ടുപോയി ലില്ലിയൻഷി എടുത്തുനിന്ന് മുഴുവൻ എഴുതി മേടിച്ചു. പച്ചടിയും കിച്ചടിയും തീയലും ഒക്കെ ഉണ്ടാക്കേണ്ട രീതി. എന്നിട്ട് ഞാൻ തലേന്ന് രാത്രി തന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ മമ്മിയും ഡാഡിയും കാണാതെ മേലത്തെ റൂമിലെത്തിച്ചു. ഞങ്ങൾ അന്ന് മേലിലാണ് കിടക്കുന്നത്. അന്ന് രാത്രിത്തെ എൻ്റെ ഫുൾ ടെൻഷൻ ഇത് ഫ്രിഡ്ജിൽ വെക്കാണ്ടിരുന്നാൽ ചീത്തയായി പോകുമെന്ന്. പിന്നെ ഞാൻ ആലോചിച്ചു, ഈ പച്ചക്കറി കടയിൽ എല്ലാ ദിവസവും രാത്രി അവർ ഇത്രയും പച്ചക്കറികളും ഫ്രിഡ്ജിൽ വെച്ചിട്ടല്ലല്ലോ പോകുന്നത്. ഒരു ദിവസമൊക്കെ എന്തായാലും പച്ചക്കറിക്ക് വെളിയിലിരിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ മേലെ തന്നെ ഒരു കത്തിയൊക്കെ എടുത്തുകൊണ്ട് പോയി വെളുപ്പിന് ഒരു 3 മണിയൊക്കെ അടുപ്പിച്ച് പരിപാടി തുടങ്ങി. എല്ലാം അരിഞ്ഞ് ഉണ്ടാക്കിയൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ മമ്മിയും ഡാഡിയും സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞുടനെ ഞാൻ ചേച്ചിയും ചേട്ടനെയും വിളിച്ചു. പിന്നെ ചേച്ചിയും ചേട്ടനും വന്നു കഴിഞ്ഞിട്ട് തേങ്ങ തിരുകലും പിന്നെയുള്ള കുറച്ച് പൊടിക്കൈകളും അങ്ങനെ കുറച്ച് ഹെൽപ്പും ഒക്കെ ആയിട്ട് എന്തായാലും 12:30 മമ്മീൻ്റെ ഡാഡിയും തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഇലയൊക്കെ ഇട്ട് ഞങ്ങൾ സർപ്രൈസായിട്ട് സദ്യ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മിക്ക ഓണത്തിനും ഞാൻ തന്നെയായിരിക്കും സദ്യ വയ്ക്കുന്നത്. എനിക്കിഷ്ടമാണ്, എല്ലാം പെട്ടെന്ന് ആക്കാം. പിന്നെ ആ ഒരു ഗ്യാസിൻ്റെ 3 ബർണറിലേക്ക് ഞാൻ ഓരോന്ന് വീതമാക്കും. ഇതിന് തലേന്നേ ഞാൻ പ്ലാനിങ് തുടങ്ങും കേട്ടോ. ആദ്യം ഞാൻ പരിപ്പ് ഇവിടെ വെക്കും, പിന്നെ പയർ അപ്പുറത്ത് വെക്കും, അവിടെ മോര് കാച്ചും. ഇതാണ് എൻ്റെ മെയിൻ ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. കുക്കറിൽ തുടങ്ങേണ്ട പരിപാടികൾ അങ്ങനെ അങ്ങ് തുടങ്ങും. പിന്നെ അരിഞ്ഞ് വെക്കാൻ നേരത്തെ പറ്റുമെങ്കിൽ അതും ചെയ്യും. ചോറ് വെക്കുന്നത് ഞാൻ അമ്മേനെ ഏൽപ്പിക്കും കേട്ടോ. കാരണം ഇത്രയും പേരുള്ളപ്പം നമ്മുടെ ആ കുക്കറിൽ 2 തവണ ചോറ് വെക്കേണ്ടി വരും. പ്ലസ് കലത്തിലാണെങ്കിൽ പുറത്തൊരടുപ്പിലിരുന്ന് അരി അങ്ങ് വേവുമല്ലോ, എല്ലാവർക്കും കൂടെ വേണ്ടിയുള്ളത്. ബാക്കി എനിക്കിവിടെ കറികളാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യാം. ഇന്ന് അലന് പോകണ്ട കേട്ടോ. മൺഡേ അലൻ ഓഫാണ്. വിഷു ആയിട്ടല്ല, മൺഡേസിലാണ് ഓഫ് എടുക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും എന്തെങ്കിലും കോച്ചിങ്ങിനായിട്ട് ഇറങ്ങാൻ പോവാണ്. ഇന്നലെ മനു കുറച്ച് കണിക്കൊന്ന കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ TV സ്റ്റാൻഡിൻ്റെ മുമ്പിൽ വെച്ചു, ഇവർ എണീക്കുമ്പോൾ കാണട്ടെ എന്ന് കരുതിയിട്ട്. എവിടെ എണീറ്റവരെല്ലാം നേരെ അടുക്കള ഭാഗത്തേക്കാണ് വന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ എന്ന് കരുതി. ഇങ്ങനെ കുറച്ച് മാങ്ങയായിട്ട് തൂക്കിയിടുന്നത് ഞാനിങ്ങനെ പലയിടത്തും കണ്ടിട്ടുണ്ട്. ആ ഒരു ഓർമ്മയിലാണ് ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് കൊളുത്തി വെച്ചത്. ആ ഒരു വലിയ ഗ്ലാസ് അമൃതം മുഴുവൻ അവൻ എങ്ങനെയൊക്കെയോ കുടിച്ച് തീർത്തിട്ടുണ്ട്. ഇന്ന് ഇച്ചിരി മടിയുണ്ടായിരുന്നു ഫിനിഷ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് കുടിപ്പിച്ചു. സൺറൈസിൽ സണ്ണിനെ ഒന്നും കാണാനേ ഇല്ല. കടലിപ്പോൾ 2 ദിവസമായിട്ട് ഇത്തിരി കൂടുതലാണ് കേട്ടോ.
ഈ ഒരു ഏപ്രിൽ മെയ് ജൂൺ ടൈമിലൊക്കെയാണ് ഇവിടെ കടലേറ്റമൊക്കെ ഉണ്ടാവുന്നത്. അത് മുന്നിൽ കണ്ടിട്ടാവണം ഇപ്പോൾ ഈ സീ വോളിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നത്. ആലനും തിരിച്ചു വന്നൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 8:15 അവനെ വിളിക്കാൻ പോകണം. ആ ടൈമിൽ ഞാനങ്ങ് എണീറ്റു. ഇനിയിപ്പോൾ സദ്യയല്ലേ, കുറച്ച് നേരത്തെ തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷു ആശംസകൾ. അങ്ങനെ കടലിൽ നോക്കിയിരുന്നു കോഫി കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് എനിക്ക് കടലിൽ നോക്കിയിരുന്ന് കോഫി കുടിക്കാൻ പറ്റാറില്ല. എണീക്കണത് 10 മണിക്കാണല്ലോ, അപ്പോൾ ഇവിടെ നല്ല വെയിലുമായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ നേരെ താഴെ പോയിട്ട് പച്ചക്കറികളൊക്കെ അരിയാൻ വെച്ചു. ആലനും കുക്കും എത്തിയിട്ടില്ല. എത്തിക്കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കരുതി. അമ്മ ദേ അപ്പത്തിൻ്റെ മാവൊക്കെ റെഡിയാക്കി ചുടാൻ പോകുന്നതേ ഉള്ളൂ. ഇന്നലെ സൺഡേ ആയിരുന്നല്ലോ, മേടിച്ച ബീഫിൻ്റെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. അത് വെച്ചിട്ട് അപ്പവും ഇറച്ചിക്കറിയായിട്ട് കഴിക്കാം. ഞാൻ ചിരിച്ചതേ, ഞങ്ങൾ എപ്പോൾ പവഴിൻ്റെങ്ങ് പോയാലും പാറുക്കുട്ടി പറയും കേട്ടോ, എല്ലാ വീഡിയോയിലും ഫ്രിഡ്ജിൽ എന്തെങ്കിലും ബാക്കിയിരിപ്പുണ്ടാവും, ഞാനത് ചൂടാക്കി കഴിക്കുന്നു. അത് അവൾ ഇന്നും ഈ വീഡിയോ കണ്ടിട്ടും പാറുക്കുട്ടി അത് പറയുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ചിരിച്ചതാണ്. അങ്ങനെ അതേ പച്ചക്കറികളൊക്കെ എടുത്ത് ഞാൻ ക്ലീനിങ് തുടങ്ങി. അരിയുന്നത് പതുക്കെ അരിയുന്നുള്ളൂ. എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെക്കാമെന്ന് കരുതി. അവിടെ ആദ്യം വെച്ച പ്ലേറ്റിന് താഴെ മാറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരാൾ എനിക്ക് മാറ്റ് എടുത്ത് തന്നതാണ് കേട്ടോ. പച്ചക്കറി അരിയണമെന്നും പറഞ്ഞാൽ വന്നിരിക്കുന്നത്. പക്ഷേ കത്തിക്ക് നല്ല മൂർച്ചയുണ്ട്, കയ്യിലൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഇത്രയും പച്ചക്കറികളൂടെ 30 രൂപയ്ക്ക് അമ്മയ്ക്കൊരു പച്ചക്കറി കിറ്റ് കിട്ടിയതാണ്. 30 രൂപയുള്ളൂ അത്ര എണ്ണത്തിന്. പക്ഷേ അതിൽ ഒരു തക്കാളിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തക്കാളി ഞാൻ ആദ്യം അരിയുന്നത് അവിയലിനും സാമ്പാറിനുമാണ്. അപ്പോൾ അതിന് രണ്ടിനും തക്കാളി വേണം. അങ്ങനെ ഫ്രിഡ്ജിൽ നമ്മൾ അല്ലാതെ മേടിച്ച് വെച്ചിരുന്ന തക്കാളിയിൽ നിന്ന് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു സവാളയും ഒരു 6 പച്ചമുളകും ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ നല്ല പച്ചക്കറികൾ തന്നെ. നമുക്ക് ഇന്നത്തേക്ക് ഇത്രയും മതി. ഇവിടെ ഉച്ചയ്ക്കല്ലേ നമ്മൾ എടുക്കത്തുള്ളൂ. എല്ലാവരും കൂടെ കഴിക്കുമ്പോഴും പ്രത്യേകിച്ച് സദ്യ ആകുമ്പം എല്ലാ പച്ചക്കറിയും അത്രയും തിന്ന് തീരത്തില്ല. എന്നൊക്കെ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടോ അന്നൊക്കെ സാമ്പാർ ബാക്കി വരും. സാമ്പാർ ബാക്കി വരാത്തൊരു സദ്യ ഞാൻ ഉണ്ടാക്കിയിട്ടേ ഇല്ല. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പച്ചക്കറികൾ മാക്സിമം കുറച്ച് മതി എന്ന് തന്നെ വിചാരിച്ചതാണ്. ഇനി 2 ദിവസമൊന്നും കൊണ്ടത് കൂട്ടി തീർക്കാൻ പറ്റത്തില്ല. ആ ബാസ്ക്കറ്റിൽ കുക്കുവിന് ഞാൻ കൊടുത്തു വിട്ടുകൊണ്ടിരുന്നത് ചുവന്ന പഴമാണല്ലോ, അതിൽ ഒരു ചുവന്ന പഴം കൂടി ബാക്കിയുണ്ടായിരുന്നു. ഇനി നിലുദേ അതെടുത്ത് കഴിക്കുവാണ്. അമൃതവും കുടിച്ചിട്ടുണ്ട്. അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ ഏതാനും തീരുമാനമൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി നിന്ന് കഴിക്കുമ്പോൾ ചിലപ്പോൾ അവൻ അതിൻ്റെ കൂടെ തന്നെ വന്നിരുന്നിട്ട് ഒരപ്പം കഴിക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോഴത്തേക്ക് എന്നെ മമ്മി വിളിച്ചു. അവർ രാവിലെ സ്കൂളിലേക്ക് വരുന്നുണ്ട്. സ്കൂളിൽ കുറച്ച് റെനോവേഷൻ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇന്ന് ടീച്ചേഴ്സിനെ ആരെങ്കിലും ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത്. വിഷു ആയിട്ട് ഞാനങ്ങനെ ഡ്യൂട്ടി ഇട്ടിട്ടില്ല. വിഷുവിനും പിന്നെ നമ്മുടെ ഈ ഹോളി വീക്കിൽ മോണ്ടി തേഴ്സ്ഡേ തൊട്ട് അങ്ങോട്ട് ടീച്ചേഴ്സിന് ഡ്യൂട്ടി ഇട്ടിട്ടില്ല. അപ്പോൾ വിഷു കഴിഞ്ഞിട്ടുള്ള 2 ദിവസം ട്യൂസ്ഡേ വെനസ്ഡേ ഞാനാണ് പോകേണ്ടത് ഡ്യൂട്ടിക്ക്. ഞാനും ജെനിഫർ ചേച്ചിയാണ്. അപ്പോൾ അത് നാളെയും മറ്റന്നാളുമാണ്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞില്ല, ഞാൻ ആരെയും ഇന്ന് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. മമ്മിയൊക്കെ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാമെന്നും പറഞ്ഞു. ചേച്ചിയൊക്കെ എണീറ്റിട്ടില്ല, അവർ ഇറങ്ങുന്നത് വരെ എണീറ്റിട്ടില്ല. എണീറ്റ് കഴിയുമ്പോഴത്തേക്ക് പതുക്കെ എങ്ങെത്തിക്കോളൂ എന്ന് പറഞ്ഞു. ഞാനിതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, വരുന്ന വഴിക്ക് എവിടെയെങ്കിലും പടക്കം മറ്റോ വിൽക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇവിടെ നിന്ന് അവർ വരുന്ന വഴിക്ക് അങ്ങനെയൊന്നും കണ്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും അത് കിട്ടിയില്ല. ആ ഒരാഗ്രഹം മാത്രം പെൻഡിങ്ങിലായി. അത് നടന്നില്ല. പോട്ടെ, അടുത്ത വിഷുവിനാവാം. ഈ 2 പാത്രത്തിൽ ഒന്നിൽ ഞാൻ സാമ്പാറിനും ഒന്നിൽ അവിയലിനുമായിട്ടാണ് കേട്ടോ അരിയുന്നത്. ഈ വെട്ടുമലക്കറികളെല്ലാം ഇതിന് 2നായിട്ട് എടുക്കാനാണ് എൻ്റെ പ്ലാൻ. അതിന് വെള്ളരി മാത്രം ഞാൻ പച്ചടിക്കായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അമ്മ ഇതിനിടയിൽ ഇച്ചിരി നാരങ്ങ വെള്ളം കലക്കിയായിരുന്നു, അത് കൊണ്ടുവന്നു. അരിയുന്ന എല്ലാ പച്ചക്കറികളുടെയും പേരെനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. എന്തായാലും സാമ്പാറിന് ഇത്തിരി ഉരുളൻ കഷ്ണങ്ങളും അവിയലിന് കുറച്ച് നീളൻ കഷ്ണങ്ങളുമായിട്ട് അരിഞ്ഞെടുത്തു. നമുക്ക് മുരിങ്ങക്കോൽ ഇതിൻ്റെ കൂടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പുറത്ത് സേറമോളുടെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നതാണ്. അങ്ങനെ അതും ഞാൻ 2ലും ഈക്വലായിട്ട് അരിഞ്ഞിട്ടു. ഈ അവതാറിലൊക്കെ 2 പേര് കണ്ടുമുട്ടുമ്പോൾ വാല് വഴി ഒരു കണക്ഷൻ്റെ സീൻ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് ഈ തലമുട്ടിക്കൽ. ഫുട്ബോളൊക്കെ കഴിഞ്ഞ് വന്ന കുക്കു സാറുമായിട്ട് അങ്ങനെ തലമുട്ടിച്ച് കഴിയുമ്പോൾ എന്തോ 2 പേരും അത് ചെയ്തിട്ടേ പിന്നെ ഉള്ളൂ ബാക്കി. അതിനിടയിൽ അമ്മ നിലുവിന് ഒരപ്പം ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ അതും കൊണ്ട് വന്നിരുന്ന അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അലൻ ബ്രഷ് ചെയ്യുന്ന കണ്ടപ്പോൾ അവന് ബ്രഷ് ചെയ്യണം. എനിക്ക് കൈ കഴുകണം, എൻ്റെ കയ്യിൽ കറി പറ്റി, കറിയില്ല പ്ലേറ്റിൽ. അങ്ങനെയൊക്കെ ഓരോ നമ്പറിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് പേസ്റ്റ് തിന്നാനാണ്. ഇപ്പോൾ ബ്രഷ് ചെയ്യണമെന്നും പറഞ്ഞ് പോയിട്ട് അവന് കറക്റ്റ് ഇത് മനസ്സിലായിട്ടില്ല. നമ്മൾ തേച്ച് കൊടുത്താലും നല്ല രീതിക്ക് തേക്കും, അല്ലെങ്കിൽ ബ്രഷിലിരിക്കുന്ന പേസ്റ്റ് അങ്ങ് ചവച്ചിറക്കും. വീണ്ടും എൻ്റെ പേസ്റ്റ് തീർന്നു പോയെന്നും പറഞ്ഞ് അത് വീണ്ടും എടുക്കാൻ നിൽക്കും. ഇനിയിപ്പോൾ കുട്ടികളുടെ പേസ്റ്റ് മറ്റൊക്കെ ഓൺലൈനായിട്ട് ഇങ്ങനെ വിൽക്കാനുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മുമ്പ് എപ്പോഴോ
കുക്കൂന് 5 വയസ്സുള്ളപ്പോഴോ മറ്റോ ഞാൻ ഓൺലൈനായിട്ട് അത് മേടിച്ചിട്ടുണ്ട്. അതിന് ഇച്ചിരി ഫ്ലേവറിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇത്രയും ഒരു ഹാർഷ് അല്ല അതിനി വാങ്ങിക്കണം. ഇങ്ങനെയാണ് ഇപ്പം പേസ്റ്റ് തിന്നുന്നതെങ്കിൽ കണ്ടോ, ഇതിപ്പോൾ 3ാമത്തെ വട്ടം കണ്ടായി ഇപ്പോൾ പിന്നെയും പല്ല് തേക്കാനായിട്ട് പോയി നിൽക്കുന്നത്. അങ്ങനെ എന്തായാലും ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ഇന്നലത്തെ ഇറച്ചി ചട്ടിയിലിട്ടാണ് അപ്പം കഴിക്കുന്നത്. കുറച്ച് ചാറൊക്കെ ഉണ്ടായിരുന്നത് എടുത്ത് അലന് കൊടുത്തു. കുക്കു സാറിന് ഷുഗർ മതിയെന്നും പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കുക. കറിയും കൂട്ടി കഴിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് നിലുവിന് ഷുഗറും കൂട്ടി കൊടുത്തു. അങ്ങനെ പിന്നെ അത് വലിയ കേസാവും. അതുകൊണ്ട് അവനും അങ്ങ് ഷുഗറും കൂട്ടിയിട്ട് കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ സാമ്പാറിനും അവിയലിനും അരിഞ്ഞ് മാറ്റിയല്ലോ, ഞാൻ പെട്ടെന്ന് കഴിക്കും കേട്ടോ. അലൻ ഇതുമാതിരി കുറേ നേരം പിടിക്കും കഴിക്കാനായിട്ട്. നല്ല രീതിക്ക് ചവച്ചേ കഴിക്കത്തുള്ളൂ. കുക്കുവൊക്കെ ഏകദേശം അതേപോലെ. ഞാനും നിലുമേൻ ടപ്പേന്ന് കഴിച്ച് കഴിയും. ഇത് രണ്ടും എനിക്ക് പച്ചടിക്കുള്ളതാണ്. ഒന്ന് ബീട്രൂട്ട് പച്ചടിക്കും, ഒന്നല്ലാത്ത വെള്ളരി അത് വെച്ചിട്ടുള്ള പച്ചടി. സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അങ്ങനെ ഞാൻ മാറ്റി അവിടെ അടുക്കളയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് അടച്ചു വെച്ചു. ഇനി ഇത് രണ്ടും കൂടെ കൊണ്ടുവയ്ക്കണം. ഇനി എനിക്കറിയാനുള്ളത് തോരനും മെഴുക്ക് വരട്ടിക്കുമാണ്. ഒരു മെഴുക്ക് വരട്ടി, ഒരു തോരൻ, 2 തരം പച്ചടി, സാമ്പാർ, അവിയൽ, ഇഞ്ചിക്കറി. ഇത്രേ ഉള്ളൂ കറികളായിട്ട്. പിന്നെ പായസത്തിന് ഞാൻ പായസം മിക്സ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും കൂടെ തേങ്ങ ഇവിടെ കുറവായിരുന്നു. ഞാൻ മമ്മീനെ വിളിച്ച് പറഞ്ഞായിരുന്നു വരുമ്പോൾ തേങ്ങ കൊണ്ടുവരണേന്ന്. അപ്പോൾ മമ്മീയും ഡാഡിയും ബൈക്കിലാണ് സ്കൂളിലേക്ക് വന്നത്. അപ്പോൾ ചേച്ചി എടുത്ത് പറഞ്ഞിട്ടുണ്ട് വരുമ്പോൾ തേങ്ങ കൊണ്ടുവരണേന്ന്. അപ്പോൾ ഉള്ള തേങ്ങ ഞാൻ അമ്മേൻ്റെ അടുത്ത് തിരികാൻ പറഞ്ഞു. നമുക്ക് പരിപാടികൾ തുടങ്ങാമല്ലോ, ഓരോന്ന് വിധം കുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അരി വെക്കാനായിട്ടുള്ള അടുപ്പാണ് ഇവിടെ വെളിയിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അലനോട് ഞാനൊരു അടുപ്പ് കൂട്ടി തരാൻ പറഞ്ഞപ്പോൾ ഞാൻ മമ്മയ്ക്കും നിമ്മലയ്ക്കും സ്ഥലം ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞിട്ടാണ്. അവന് അടുപ്പെന്നുള്ള വാക്ക് ക്ലിക്ക് ചെയ്തില്ല. ഞാൻ സ്ഥലം ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞിട്ട് അലൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ കട്ടയൊക്കെ വെച്ച് ഏകദേശം അത് സെറ്റ് ചെയ്ത് അലൻ അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ അതൊരു കൂടാക്കി. ഇനി ഒരു കോഴിക്കുഞ്ഞിനെയും കൂടെ മേടിച്ച് അതിൻ്റെ അകത്ത് ഇട്ടാൽ മതി. പിന്നെ ഇപ്പോൾ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് പിന്നെ നിലവിളിയാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കട്ടെ, അമ്മ തീ കത്തിക്കാൻ നേരത്ത് വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ്സ് ബാക്കി അമ്മ ചെയ്തോളൂ എന്ന്. ഒരു കലത്തിൽ അങ്ങ് ചോറ് വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും കൂടെ ആൾ കൂടുതലല്ലേ. നമ്മുടെ കുക്കർ എനിക്ക് തോന്നുന്നു അത് 5 ലിറ്റർ എന്നാണോ എനിക്കറിയത്തില്ല. പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ ട്രോളും. എനിക്ക് കറക്റ്റ് കപ്പാസിറ്റി ഒന്നും പറയാനറിയത്തില്ല. അതിൽ 2 നാഴി അരി ഇട്ടാൽ ചോറ് നല്ലപോലെ ആവും. അപ്പോൾ 2 നാഴി അരി ഇന്ന് തികയത്തില്ല. ഇത്രയും പേരുള്ളപ്പോൾ അത് തികയത്തില്ല. അതുകൊണ്ട് കലത്തിലാക്കുന്നു. അങ്ങനെ ലാസ്റ്റത്തെ സെക്ഷൻ അരിയൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ക്യാബേജ് ഒരു തോരനാക്കാനും പിന്നെ പയർ മെഴുക്ക് പുരട്ടി എടുക്കാനുമാണ്. പയർ നീളത്തിൽ അരിഞ്ഞ് തുടങ്ങണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഫസ്റ്റ് സെറ്റ് അരിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് കംപ്ലീറ്റ്ലി എൻ്റെ മൈൻഡിൽ നിന്ന് പോയി. ഞാൻ അത് നേർപ്പിച്ച് ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ഉപ്പും മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ട് മെഴുക്ക് പുരട്ടി എടുക്കാമെന്ന്. നീളത്തിലായിരുന്നെങ്കിൽ ഒരു ഭംഗി കണ്ടേനെ, ഒരു വെറൈറ്റി ആയിരുന്നേനെ. ആ പയറാണെങ്കിൽ കറക്റ്റ് അതിന് പറ്റിയതായിരുന്നു. ഇനിയിപ്പോൾ പറ്റിപ്പോയില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അത് രണ്ടും കൂടെ അരിഞ്ഞതേ എല്ലാം കൂടെ കൊണ്ടുവന്ന് കിച്ചണിലെ കൗണ്ടർ ടോപ്പിൽ അടച്ചടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് പരിപാടി തുടങ്ങാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ വലിയ കുക്കറിൽ ഞാൻ സാമ്പാറിനുള്ള പരിപ്പ് വെക്കാൻ പോവുകയാണ്. ചെറിയ കുക്കറിൽ പയറും. ചെറുപയറിൽ തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ള ഒരു കറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പരിപ്പ് കറിയാണല്ലോ സദ്യയിൽ ആദ്യം വിളമ്പുന്നത്. അതിന് പകരമായിട്ട് ഈ ചെറുപയർ കറി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പരിപ്പ് ഇപ്പോൾ സാമ്പാറിൽ ഓൾറെഡി എടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ അതേ ചെറുപയറും ഒരു അളവൊന്നുമില്ല, എനിക്ക് തോന്നിയ ഒരു രീതിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. തികയും. അധികം വരരുതെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പാർ മാത്രമേ അധികം വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇത് രണ്ടും കൂടെ ഗ്യാസിലേക്ക് വെക്കണം. പെസഹ വ്യാഴാഴ്ച പള്ളിയിൽ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് കേട്ടോ ഞാൻ ഈ വ്ളോഗിന് സൗണ്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ഇന്ന് പള്ളിയിലെത്താൻ ലേറ്റ് ആവും. ചിലപ്പോഴേ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലും എൻ്റെ മാക്സിമം ഞാനിത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കും. വിഷു കഴിഞ്ഞിട്ട് ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് ആ വീഡിയോ വന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അത് രണ്ടും ഞാൻ അത് പ്രസൻറ്റിൽ ഇപ്പം കേട്ടത് എൻ്റെ ആത്മകഥാഗതം. പ്രസൻറ്റിൽ പറഞ്ഞതാണ്, ഇപ്പം നടന്നത്. പാസ്റ്റിലേക്ക് തിരിച്ചു പോവാം. ഞാൻ കുക്കർ രണ്ടും വെച്ചു ഗ്യാസിലേക്ക്. പിന്നെ അപ്പുറത്തായിട്ട് മോരിനുള്ളതും അമ്മ അവിടെ അരച്ച് തന്നിട്ടുണ്ട്. അവിടെ നമ്മൾ പച്ചക്കറി അരിഞ്ഞതിൻ്റെ ഏറ്റവും മേളിൽ ഗ്രീൻ ലിഡ് വെച്ചത്, അതെ ഈ പാത്രത്തിലിരുന്നത് മോരിനായിട്ട് അരച്ചതാണ്. തേങ്ങയും ജീരകവും 1 അല്ലി വെളുത്തുള്ളിയും 2 കൊച്ചുള്ളിയും കുറച്ച് തൈരും മഞ്ഞപ്പൊടിയും ചേർത്ത് അരച്ചത്. ഇനി ഇത് എല്ലാം നമുക്ക് വിസിൽ വരുന്നവരെ കാത്തിരിക്കാം. ഇതിൻ്റെ വിസിലിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഞാൻ പയറിന് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ, ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ. പയർ കലങ്ങിയിരിക്കണം ആ പയർ കറിയിൽ. പരിപ്പിനാണെങ്കിൽ ഒരൊറ്റ വിസിൽ. ആ ഒരു വിസിൽ പരിപ്പിന് വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ അതിലേക്ക് സാമ്പാറിന് നേരത്തെ അരിഞ്ഞ് വെച്ച പച്ചക്കറികളിട്ടു. അതിലേക്ക് പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇന്നിപ്പോൾ അലൻ്റെ വീട്ടുകാരാണ് കണ്ടു വരുന്നത്. എൻ്റെ വീട്ടുകാരൊക്കെ കൂടിയാണ് ഇത് അപ്പുറത്ത് ആ ഒരു ഫ്രെയിമിലിരിക്കുന്നത്. ഞങ്ങൾ വിഷു ആയിട്ടൊരു ചെറിയ വീഡിയോ കോളിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ ബാക്കി പൊടികളൊക്കെ ഇട്ടു. സാമ്പാറിലേക്ക് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി മല്ലിപ്പൊടി, കുറച്ച് സാദാ മുളക് പൊടി, ഒരല്പം കാശ്മീരി മുളക് പൊടി, പിന്നെ ഇത്തിരി സാമ്പാർ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കായം ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു എന്ന് ഞാൻ ഓർക്കുന്നില്ല. കായവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് ഒരു 2 വിസിൽ വേണം. ഈ മുരിങ്ങക്കോലും
ക്യാരറ്റും ഒക്കെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒറ്റ വിസിലിൽ ഈ പച്ചക്കറികളെല്ലാം വേവത്തില്ല. അതുകൊണ്ട് ഒരു 2 വിസിലിൽ നമുക്കിനി കുക്കർ വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒന്നും താളിക്കുന്നില്ല, എല്ലാം ഒരുമിച്ച് ഒറ്റയടിക്ക് താളിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പുളിവെള്ളവും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാമ്പാറിൽ പുളി മമ്മി ചേർക്കാറില്ല, എനിക്കിത്തിരി പുളി വേണം. മമ്മൂട്ടി പറയും പോലെ എനിക്കിത്തിരി ഉപ്പും പുളിയും വേണം, ലാലേട്ടൻ പറയുന്ന പോലെ എനിക്ക് ഇച്ചിരി എരിവൊക്കെ വേണം. ഇതെല്ലാം എനിക്ക് വേണം. താഴത്തെ ഒരു കൈ ഇതേ നിലുവിൻ്റെയാണ് കേട്ടോ. കോളിൽ കൊച്ചുവിനെ കണ്ടതിനാണ് അവൻ ചൊച്ചു ചൊച്ചു എന്നും പറഞ്ഞിട്ട് വന്നത്. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ കോളിങ്ങും വിഷു ആശംസകളും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പയർ കറിക്കായിട്ട് കുറച്ച് തേങ്ങയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ജീരകവും 2 ചുവന്നുള്ളിയും ഒക്കെ കൂടെ അരച്ചെടുക്കുന്നുണ്ട്. ഞാനൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അമ്മയാണ് കേട്ടോ അരപ്പൊക്കെ എടുത്തത്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെയാണ് എടുത്തത്. നമ്മൾ തോരനായിട്ട് എടുക്കുന്ന അതേ ഐറ്റംസ്. അതിത്തിരി വെള്ളം ചേർത്ത് ഒന്ന് നീട്ടി അരച്ചെടുത്തിട്ട് ഇതിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതും അങ്ങനെ തന്നെ അങ്ങ് നമുക്ക് മാറ്റി വെച്ചാൽ മതി. താളിക്കുന്നത് ഇപ്പോൾ ചെയ്യുന്നില്ലല്ലോ. ആവശ്യത്തിനുള്ള ഉപ്പിടണമെന്ന് ഞാൻ പറയണ്ടല്ലോ. സാമ്പാറിൻ്റെ പച്ചക്കറികൾ വെന്തു. പരിപ്പ് ആദ്യമേ നമുക്ക് അങ്ങോട്ട് മാറ്റാം. ഇങ്ങനെയുള്ള പാത്രങ്ങളിലാകുമ്പോഴത്തേക്ക് അവസാനം വിളമ്പാൻ നേരത്തെ എനിക്ക് കൊണ്ട് വെക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് നമ്മൾ എപ്പോഴും സാമ്പാറിനായിട്ട് എടുക്കുന്ന അതേ ബൗളിലേക്കാണ് ഞാൻ സാമ്പാറും അങ്ങോട്ടേക്ക് ഒഴിച്ചു വെച്ചു. എന്നിട്ട് അതെല്ലാം കൂടെ അടച്ചു വെച്ചു. കുക്കർ ഞാൻ ഇപ്പോൾ കഴുകുന്നില്ല. അമ്മയ്ക്ക് ഇടയ്ക്ക് അമ്മ ചുമ്മാനിക്കാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ അമ്മ വന്ന് കഴുകിക്കോളും. എനിക്കവിടെ അടുപ്പ് ഒഴിഞ്ഞിരിക്കുകയല്ലേ ബാക്കി, അതായത് ഗ്യാസ് ഒഴിഞ്ഞിരിക്കുകയല്ലേ ബാക്കി അതിലാക്കണം. ഇതിനിടയിൽ അമ്മ അരിക്കുള്ള തീയൊക്കെ കത്തിച്ച് അരി അടുപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഐറ്റംസായ എൻ്റെ ഒരു 2 ടൈപ്പ് പച്ചടിയും പിന്നെ അവിയലിനാണ് ഞാൻ ആ ചട്ടി വെച്ചത്. ഈ ഒരു ചട്ടി വെച്ച് അതിലേക്ക് പച്ചക്കറികളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ആത്മബോധം ഉണ്ടായത്. ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചാൽ അതിൽ തിങ്ങിപ്പോവും, അത് ശരിയാവത്തില്ല, നമുക്ക് കുഴയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ കറിച്ചട്ടി മാറ്റിയിട്ട് ഞാൻ വേറൊരു വലിയ കറിച്ചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് പച്ചക്കറികൾ മാറ്റി കൊടുത്തു. അപ്പുറത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച അതേ പാത്രങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒന്നാമതേ സദ്യ ചെയ്യുമ്പോൾ ഒരുപാട് പാത്രങ്ങൾ കഴുകാൻ കാണും. എത്ര കുറച്ച് പാത്രങ്ങൾ ഉപയോഗിക്കുന്നോ അത്രയായിരിക്കും നല്ലത്. അപ്പോൾ അതേ പാത്രങ്ങൾ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും ഇത്തിരി ഉപ്പും 2ലും ആഡ് ചെയ്തു. ഇതെല്ലാം ഞാൻ അടച്ച് വേവാൻ വെച്ചു. അവിയലിലും ഞാൻ ഉപ്പും കുറച്ച് വെള്ളവും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പച്ചടിക്ക് 2നുമായിട്ട് ഞാൻ ഒരേ അരപ്പാണ് എടുക്കുന്നത് കേട്ടോ. തേങ്ങയിലേക്ക് കുറച്ച് തൈര്, ഒരു 2 ചെറിയുള്ളി, പച്ചമുളക് ഉണ്ടെങ്കിൽ ഒരു ചെറുത് ചേർത്ത് കൊടുക്കാം, പിന്നെ കുറച്ച് കടുകും. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അത്ര നേർപ്പിച്ചായിട്ട് അരയണ്ട, ഇച്ചിരി തരിതരിപ്പുള്ള രീതിയിൽ മിക്സിയിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതടിച്ച് മാറ്റി വെച്ചിട്ട് അവിയലും അടുപ്പത്തിരിക്കുകയാണല്ലോ, അതിലേക്കുള്ള അരപ്പിനായിട്ട് കുറച്ച് തേങ്ങയും ഇത്തിരി തൈരും വീണ്ടും 2 ചെറിയുള്ളിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ജീരകവും ഒരല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അധികം വെള്ളം ചേർക്കാതെ ഒന്ന് പറ്റി അരച്ചെടുക്കാം. തോരനായിട്ടും കൂടെ തേങ്ങ വേണം, അത് ഞാനിപ്പോൾ അരയ്ക്കാൻ നിൽക്കുന്നില്ല, വെറുതെ അങ്ങ് ചേർക്കാമെന്ന് വിചാരിച്ചു. പച്ചടിക്കുള്ള വെജിറ്റബിൾസ് വെന്തു. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്നത് ഇതിൽ 2ലേക്കും ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പം താളിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞാൽ ഈ ഓരോ പാത്രങ്ങൾ അപ്പുറത്തോട്ട് എനിക്കെടുത്ത് മാറ്റിയാൽ മതി. നമ്മുടെ ഈ ഒരു ഗ്യാസ് ഇരിക്കുന്ന സ്പേസ് നിങ്ങൾക്ക് കാണാമല്ലോ, സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയി അങ്ങോട്ടേക്ക് വെക്കുക. അവിടുന്ന് പിന്നെ പതുക്കെ നമുക്ക് ഡൈനിങ് ടേബിളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അവരൊക്കെ എത്തട്ടെ. അവിയലിൻ്റെ പച്ചക്കറികളാണ് എന്നെ ചെറുതായിട്ടൊന്ന് ചതിച്ചത്. ഞാൻ ഉദ്ദേശിച്ച സ്പീഡിൽ വെന്തില്ല, എല്ലാം ഒരുപാട് സമയമെടുത്ത് വേവാനായിട്ട്. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് കുക്കർ ആദ്യമേ കഴുകിയിട്ട് ഒരു കുക്കറിൽ ആ പച്ചക്കറികൾ കൂടെ അങ്ങ് ചേർത്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ വെന്തിട്ടില്ല. പിന്നെ ആ ജാറൊന്ന് ഒഴിയാനായിട്ട്, കാരണം ഇഞ്ചിക്കറിക്ക് തേങ്ങ ഉണങ്ങിയ ജാറിൽ വേണം അരച്ചെടുക്കാനായിട്ട്. വറുത്ത തേങ്ങയാണ്, തേങ്ങ വറുത്തത് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അത് രാവിലെ അമ്മ അപ്പം ചുടുന്നതിൻ്റെ ഇടയ്ക്ക് സൈഡിലൊരു ചട്ടി വെച്ച് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഉണങ്ങിയ ജാറിൽ വെച്ച് വേണം അടിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അരപ്പ് ഞാൻ അവിയലിലേക്ക് തട്ടിയിട്ടിട്ട് ജാറ് കഴുകി ഒന്ന് വെയിലത്ത് വെച്ചിട്ടുണ്ട്. മമ്മിയും ഡാഡിയും അപ്പോഴേക്ക് എത്തി കേട്ടോ. നമ്മുടെ ചേച്ചിയും മക്കളും ഇപ്പോഴും എത്തിയിട്ടില്ല, പതുക്കെ വരും, പുറകെ വരുന്നുണ്ടായിരിക്കും. മമ്മിയും ഡാഡി ഇപ്പോൾ സ്കൂളിൽ നിന്നാണ് വന്നത്. സ്കൂള് നിങ്ങൾക്കറിയാലോ, നമ്മുടെ വീടിന് കുറച്ചടുത്ത, ഇത്തിരി ദൂരമേ ഉള്ളൂ, പെട്ടെന്ന് നിങ്ങൾ വരാം. അവർ പുലിച്ചെറിയിൽ നിന്ന് ഓടിയെത്തണ്ടേ. അങ്ങനെ അമ്മ കുക്കർ കഴുകണ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. ചോറ് ഏകദേശമായി. ഇന്നത്തെ ഈ ഓഡിയോയുടെ പിന്നിൽ കാക്ക കരയുന്ന ഒച്ച നല്ലപോലെ ഉണ്ടെന്ന് എനിക്കറിയാം. വേറെ വഴിയില്ല. ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ ഇതിന് ഓഡിയോ ആഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി എനിക്ക് പെസഹ വ്യാഴം ദുഃഖവെള്ളി ഈസ്റ്ററൊക്കെ കിടക്കുമല്ലേ പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാം വിഷുവായിട്ട് ക്ലാഷ് ആവണ്ടെന്ന് കരുതി. അവിയലിൻ്റെ പച്ചക്കറി ഞാൻ പറഞ്ഞില്ലേ, അത് വേവാനുണ്ട്. ഇപ്പുറത്തായിട്ട് ഞാൻ തോരനും മെഴുക്കുവരട്ടിക്കുമായിട്ടാണ് വെച്ചത്. തോരനിൽ ഞാൻ തേങ്ങ ഡയറക്റ്റായിട്ട് ഇടുന്നുണ്ട്, അത് എണ്ണയിലേക്ക് ഇടണം. അതുകൊണ്ട് തോരന് മാത്രം ആദ്യമേ ഞാൻ താളിച്ച് തുടങ്ങി കേട്ടോ. വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ച് 2 ചുവന്നുള്ളി ഇട്ട് അതിലേക്ക് ഇത്തിരി തേങ്ങ ആഡ് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് എന്നിട്ടൊന്ന് ചിക്കി എടുത്തിട്ട് അതിന് മീതേക്ക് അരിഞ്ഞു വെച്ച ക്യാബേജ് ഇട്ട് കൊടുത്തു. ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അതവിടെ അടച്ചു വയ്ക്കാം. അപ്പുറത്ത് ഞാൻ ബീൻസ് മെഴുക്ക് പുരട്ടാനായിട്ട്, ബീൻസല്ല 10 മണിപ്പയർ, അതങ്ങനെ വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളം ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തിരി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. മേലെ തന്നെ അങ്ങനെ തന്നെ വെച്ചു. ഇനി വെന്ത് കഴിയുമ്പോൾ മൊത്തത്തിലൊന്ന് കുഴച്ചിട്ട് മേളിൽ എണ്ണ, താളിച്ചിടുന്ന എണ്ണ മേളിൽ ഒഴിച്ചാൽ മതി.
അവിയൽ ആയി കേട്ടോ. അങ്ങനെ അവസാനം അവിയൽ വെന്തു. അത് കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഉണ്ടാക്കാനുള്ള കറി ഇഞ്ചിക്കറിയാണ്. വറുത്ത തേങ്ങ ഞാൻ ഒരു ജാറിലേക്ക് മാറ്റി, നമ്മുടെ ആ ജാറപ്പോഴത്തേക്ക് ഉണങ്ങി. ഇനി ഇഞ്ചി ഞാൻ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നീരെടുത്തിട്ടാണ് ഞാൻ എൻ്റെ അകത്തേക്ക് ഒഴിക്കുക, അല്ലെങ്കിൽ ഇഞ്ചിക്കറി എനിക്ക് കഴിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ വറുത്ത തേങ്ങയിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ഇത്തിരി സാദാ മുളക് പൊടി, നിറത്തിനായിട്ട് അല്പം കാശ്മീരി മുളക് പൊടി, എന്നിട്ട് വെള്ളം തൊടാതെ വേണം അരയ്ക്കാൻ. വെള്ളം തൊട്ട് അരച്ച് കഴിഞ്ഞാൽ ഇഞ്ചിക്കറിക്ക് ആ ഒരു കടുത്ത നിറം വരത്തില്ല. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇച്ചിരി വെള്ളം കൂടെ ആഡ് ചെയ്ത് മിക്സിയുടെ ജാറിൽ അരച്ച് അതിൻ്റെ നീരെടുക്കണം. അടുത്ത ആൾക്കാർ എത്തിയിട്ടുണ്ട്. തേങ്ങയും വണ്ടിയും വന്നിട്ടുണ്ട്. നിലുവും ഉണ്ട് കേട്ടോ തേങ്ങ കൊണ്ട് വെക്കാനായിട്ട്. പക്ഷേ തേങ്ങ കൊണ്ട് ചെയ്യേണ്ട പരിപാടികളെല്ലാം കഴിഞ്ഞു. ക്യാബേജ് തോരനായിട്ട് ഒരു സ്പൂൺ തേങ്ങ, കഷ്ടിച്ചൊരു ടേബിൾ സ്പൂൺ തേങ്ങ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഞാൻ അതെടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തോരനും ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ നമുക്ക് പായസത്തിന് തേങ്ങാപ്പാൽ വേണ്ട. പാലിൽ മറ്റേ എന്താ പറയുക, റെഡി ടു കുക്ക് പായസത്തിൻ്റെ മിക്സ് ആഡ് ചെയ്താൽ മതിയല്ലോ. അവിയൽ വെന്തില്ലായിരുന്നു. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ വെന്തു എന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പോൾ അത് തീരെ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ക്യാരറ്റ് വേവാനായിട്ട് നല്ല പാടായിരുന്നു. ആദ്യമേ കുക്കറിലിടണ്ടായിരുന്നു. പോട്ടെ. അതും പച്ചക്കറികളാണെങ്കിൽ ഞാൻ ഈക്വലി ഡിവൈഡ് ചെയ്താണ് സാമ്പാറിനും അവിയലിനുമായിട്ട് എടുത്തത്. അതിനാണ് ഒത്തിരി വേവാനുള്ള ഐറ്റംസും ഉള്ളത്. ഇഞ്ചിക്കറിക്കായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് വറുത്ത് അതിലേക്ക് 2 വറ്റൽമുളകും ഒരു ചെറിയുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് എല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ചതച്ച് വെച്ച ഇഞ്ചിയുടെ നീരാദ്യം ഒഴിച്ചു. ഇഞ്ചിയുടെ ഈ കോതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കയ്പ്പ് കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ആ കോതും കൂടെ ആഡ് ചെയ്താലും പ്രശ്നമില്ല. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു അടപ്പ് വിനിഗർ ഒഴിച്ചിട്ടുണ്ട്. പുളിവെള്ളം വേണമെങ്കിൽ അതും ഒഴിക്കാം. ചെറിയൊരു പുളിരസവും കൂടെ വേണമല്ലോ. പിന്നെ മെയിൻ ഐറ്റം, ഇത് ഇത്തിരി മധുരിക്കുന്നതല്ലേ അതിൻ്റെ ഒരു ശരി. അങ്ങനെ കുറച്ച് ശർക്കര ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഞാൻ ചീകിയിട്ടു. കല്ലും ശർക്കരയൊക്കെ നമ്മൾ ഇടിച്ച് പൊടിച്ച് കൊഴുക്കട്ട ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഉള്ള ശർക്കര നല്ല ശർക്കരയാണ്, ചീകാൻ പറ്റി. അവിയൽ ഞാൻ താളിക്കുന്നേയില്ല. അതിന് പുറത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നേ ഉള്ളൂ. ഇവിടെ വന്ന ആൾക്കാരൊക്കെ എൻ്റെ ചുറ്റിലുമായിട്ട് ഈ അടുക്കളയിലും പരിസരത്തും ഒക്കെ ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. പരിപാടികൾ ഏകദേശം എൻഡിങ്ങിലേക്ക് എത്തിയത് കൊണ്ടാണ് ഫ്രെയിമിൽ ആരെയും കാണാത്തത്. നമ്മുടെ വീടിൻ്റെ ആ ഒരു റൈറ്റ് സൈഡിൽ ആയിട്ട് കുറച്ച് വാഴ വെച്ചിട്ടുണ്ട്. കുറച്ചല്ല, 2 വാഴ വെച്ചിട്ടുണ്ട്. അതിലാവശ്യത്തിന് ഇലയൊക്കെ വന്നു തുടങ്ങി. ഡയറിൽ മേലെ പോയി ഇലയൊക്കെ മുറിച്ചിട്ട് വന്നു. ചേച്ചിയും അമ്മയും കൂടെ അത് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. ആളെന്നനുസരിച്ച് ഞാൻ അപ്പുറത്തായിട്ട് നമ്മുടെ കറികളെല്ലാം കൂടെ താളിക്കാനായിട്ടുള്ള പരിപാടിയാണ്. ഇപ്പുറത്ത് പാൽ ആഡ് ചെയ്തു. ആ പാത്രത്തിലേക്ക് ഞാൻ പായസം മിക്സും കൂടെ ആഡ് ചെയ്തു. പായസം മിക്സിൻ്റെ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ അകത്തിരിക്കുന്ന പാക്കറ്റ് ഇളകി വരത്തില്ല അല്ലേ, അതിങ്ങനെ പിടിച്ചിരിക്കും. പിന്നെ അതോടെ വെച്ച് തന്നെ ഞാൻ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. താളിക്കാനായിട്ട് എല്ലാം കൂടെ താളിക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഉള്ളിയൊന്നും അരിഞ്ഞെടുത്തില്ല. അപ്പോഴേക്കും മണി 1 ആയി. 1 മണിയൊക്കെ ആകുമ്പോഴാണ് മമ്മീൻ്റെ ഇടയും ഭക്ഷണം കഴിക്കുക. അപ്പോൾ പിന്നെ ഞാൻ ഇനി ഉള്ളി അരിയാനൊന്നും നിന്നില്ല. അങ്ങനെ താളിക്കേണ്ട ഐറ്റംസ് എല്ലാം താളിച്ചു. തോരൻ്റെത് ഞാൻ വെറുതെ ഒരു ഡെക്കറേഷന് തുറന്നു വെച്ചിരിക്കുന്നതാണ്. തോരൻ ആദ്യമേ താളിച്ചല്ലോ. എന്നിട്ട് ഓരോന്നായിട്ട് ഞാൻ ഇവിടെ ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. മാങ്ങാച്ചാറും നാരങ്ങാച്ചാറും എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്കൊരു 12 ഒപ്പിക്കാം. പപ്പടവും പഴവും ഒക്കെ കൂടെ ചേർത്താൽ 12 കറികൾ വേണമെന്നിങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. മിനിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ പാത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെളിയിലിരിക്കുന്ന ആ ഒരു സ്റ്റീൽ റാക്കും അകത്തുള്ള ഈ ഒരു ബ്ലൂ റാക്കും ഒക്കെ നിറഞ്ഞു. പിന്നെ നിലുവിനെ കുളിപ്പിക്കുന്ന ആ ഒരു ടബ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ പിന്നെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഈ ഒരു ടബ് ഞാൻ കൊണ്ട് അലക്കലിന് മേലെ വെക്കും. അപ്പോൾ അവിടെ വെക്കുമ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. വൈകിട്ട് ചായൻ്റെ സമയം ആകുമ്പോഴത്തേക്കെങ്കിലും ഇതെല്ലാം പിറക്കി മാറ്റണം. എന്നാലല്ലേ ഇനി ബാക്കി ഡിന്നർ കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ എനിക്ക് കഴുകി വെക്കാൻ പറ്റത്തുള്ളൂ. പായസം കുറുകി വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും. എനിക്കെപ്പോഴും അങ്ങനെയാണ്. ഈ റെഡി ടു കുക്ക് പായസം മേടിക്കുമ്പോഴത്തേക്ക് മിക്കപ്പോഴും കുറുകി വരാറില്ല. പിന്നെ ഞാൻ ലാസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സ്പൂണിൽ ഇത്തിരി പാലെടുത്ത് ഇത്തിരി മൈദയും കൂടെ ചേർത്ത് കലക്കി അതിലും ഒഴിക്കും. അപ്പോൾ പിന്നെ ഞാൻ കട്ടിയായിക്കോളും. അച്ചാറും അമ്മ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ചെറിയ ബൗളിലേക്ക് നമ്മുടെ ആ വുഡൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ആദ്യം പിള്ളേരെയൊക്കെ, ആലനും ഡാഡയും മനുവും ഒക്കെ ആയിട്ട് അവിടെ പുറത്തിരിപ്പുണ്ട്. അവർ കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കൂ വിഷു ആഘോഷങ്ങൾ. അപ്പോൾ ഞങ്ങളത് ആദ്യമേ കഴിക്കാനായിട്ടിരുന്നു. മമ്മിയും വിശന്നിരിക്കുകയായിരുന്നു സ്കൂളിൽ നിന്ന് വന്നിട്ട്. ഇപ്പോൾ ഒരു 1:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും എന്തായാലും വിളമ്പി തുടങ്ങിയപ്പോൾ. എൻ്റെ സൈഡിലുള്ള ഇല അമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഇലയാണ്. കുറേ നേരം വിളിക്കണം ഒന്ന് വന്നിരിക്കണമെങ്കിൽ. അമ്മ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരുത്തൻ്റെ സ്നേഹപ്രകടനം. അവൻ ആദ്യം തിന്ന് കഴിഞ്ഞു കേട്ടോ. ഇത്തിരി ചോറും മോരും ഒക്കെ കൂടെ കുഴച്ച് ആദ്യമേ അങ്ങ് കഴിച്ചു. പിന്നെ ഡാഡയും ആലനും കൂടെ കഴിക്കാനായിട്ടിരുന്നു. നമ്മുടെ കൃഷ്ണനെ നിങ്ങൾ കണ്ടായിരുന്നോ? ഇത് ഞാൻ സത്യത്തിലൊരു റീലായിട്ടാണ് കേട്ടോ ചെയ്തത്. അതുകൊണ്ട് ഇത് ഇത്തിരിയേ ഉള്ളൂ. ഒരു
ആദ്യത്തെ സെക്കൻഡ് കൃഷ്ണനെ സഹിച്ചാൽ മതി ഈ വീഡിയോയുടെ ഇടയിൽ. അവൻ അത്രയും പാടുപെട്ടതല്ലേ. അതിൻ്റെ ഒരു റീലിന് വ്യൂസ് വളരെ കുറവാണ്, 300 സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും കൂടെ കാണട്ടെ എന്ന് കരുതി. കൃഷ്ണൻ കൊഴുക്കട്ട പെരുന്നാളിൻ്റെ തൊട്ട് തലേന്ന് തന്നെ വന്നതുകൊണ്ട് ഞങ്ങൾ കൊഴുക്കട്ടയാണ് കേട്ടോ കൊടുത്തത്. വെണ്ണയൊന്നും ഇവിടെ ഇരിപ്പില്ല. ഞാനിത് ഷോർട്സായിട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ ദേവരാഗത്തിലെ ശ്രീനന്ദന എന്ന് പറഞ്ഞ മ്യൂസിക്കാണ് കേട്ടോ ഇട്ടത്. അത് ഇവിടെ ഇടാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട്. ആലനും ഡാഡിയൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയം കൊണ്ട് ഇവിടെ ഒരു ചെറിയ ഫാഷൻ പരേഡ് ഉണ്ടായിരുന്നു. 3 പേരുടെയും മുഖത്ത് നല്ല രീതിയിലുള്ള മേക്കപ്പ് ഉണ്ട്. പക്ഷേ നമ്മുടെ സിറ്റൗട്ടിൻ്റെ മേളിലത്തെ ഓറഞ്ച് ഷെയ്ഡ് കൊണ്ട് അത് കാണുന്നില്ല. സ്പാർക്ക്ലി മേക്കപ്പാണ്. ഇതിൻ്റെ ഇടയിലെ കുക്കു സാറിനൊരു വേവ് കാണിക്കണമെന്ന് കേട്ടോ. അവൻ സ്റ്റമക്ക് വെച്ചിട്ട് വേവ് അടിക്കും. ആദ്യം ചെക്കൻ്റെ വീട്ടുകാരുടെ ബോഡി ഷോ വിത്ത് മ്യൂസിക് ഞങ്ങൾ പാടുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വേവ്. ഡാഡയും മമ്മിയും ചേച്ചിയൊക്കെ ഇറങ്ങുവാണ് കേട്ടോ. അവിടെ പുലിച്ചിറയിൽ അവിടുത്തെ ഇടവകയിൽ ഇന്നാണ് കുമ്പസാരം ഉള്ളത്. ഇവിടെ ഇന്നലെ ആയിരുന്നു. അപ്പോൾ ഡാഡിലും ഡെല്ലിയും ക്രീസ്മ കൂടെ കൈക്കൊള്ളുന്നതുകൊണ്ട് അവർക്ക് കുമ്പസാരിക്കണം. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ നമുക്ക് ഇല്ല, നമ്മുടേത് കഴിഞ്ഞു, ഇവിടുത്തെ ഇടവകയിൽ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവരങ്ങോട്ടേക്ക് ഇറങ്ങി. വൈകുന്നേരമാണ് അവിടെ കുമ്പസാരമൊക്കെ. കുക്കു സാറിന് പോകാൻ പറ്റാത്ത വിഷമമാണ് കേട്ടോ. കോച്ചിങ് ഉള്ളതുകൊണ്ട് പോകുന്നില്ല എന്നും പറഞ്ഞു. അതിൻ്റെ ഒരു ചെറിയ സങ്കടം. അല്ലെങ്കിൽ ഇവരുടെ കൂടെ പുലിച്ചിറ പോകാൻ നിൽക്കുന്നതല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ വിഷു. നിങ്ങളൊക്കെ വിഷു നല്ല രീതിക്ക് ആഘോഷിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.